6 മാസത്തിനിടെ കോഴിക്കോട് സിറ്റി പരിധിയിൽ മാത്രം 149 ബസ് അപകടങ്ങളിലായി 12 ജീവനുകൾ റോഡിൽ പൊലിഞ്ഞു. ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടവും ഡ്രൈവർമാരുടെ അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് കാരണം. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മത്സരയോട്ടം നടത്തുമ്പോൾ സ്റ്റോപ്പ് എത്തിയാൽ ആളെ കയറ്റാൻ പോലും പറ്റാത്ത തിരക്കാണ് ബസ്സുകൾക്ക്. ഈ തിരക്കിനിടയിൽ നിരത്തിൽ പൊലിയുന്നത് നിരവധി ജീവനുകളാണ്. സമയമില്ല, ബ്ലോക്ക് തുടങ്ങി നിരത്തുകളിലെ മരണപ്പാച്ചിലിന് ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും പറയാൻ കാരണങ്ങൾ ഒരുപാടാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ കോഴിക്കോട് സിറ്റി പരിധിയിൽ മാത്രം 149 ബസ് അപകടങ്ങളിലായി 12 ജീവനുകളാണ് റോഡിൽ പൊലിഞ്ഞത്. 172 പേരാണ് ചെറുതും വലുതുമായ പരിക്കുകളോടെ അപകടത്തിൽപ്പെട്ട് വേദന തിന്ന് ഇന്നും ജീവിക്കുന്നത്. ഈ റണ്ണിങ് ടൈം അല്പം കൂട്ടുമ്പോൾ തന്നെ മത്സരോട്ടത്തിന് ഒരുപാട് ഒഴിഞ്ഞു പോകും. കാരണം 5 മിനിറ്റ്, 3 മിനിറ്റ്, 2 മിനിറ്റ് കണ്ടിട്ടാണ് ഈ ബസ്സുകൾക്ക് ഗ്യാപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്യാപ്പ് വർദ്ധിപ്പിക്കുമ്പോൾ ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ് ആകുമ്പോൾ അത്രയും ഗ്യാപ്പ് അവർക്ക് ബസ് ഉണ്ടാകുമ്പോൾ ഈ മത്സരോട്ടത്തിന് കുറേ സമാധാനം ഉണ്ടാകും. അതായത് അത് ഓടിക്കാനുണ്ട്, അവിടെ എത്തിച്ച് തിരിച്ചു വരാനുള്ള ഇപ്പോഴത്തെ റോഡിൻ്റെ ശോചനീയ അവസ്ഥ കൊണ്ട് മുൻപ് കാലങ്ങളിൽ അനുവദിച്ച RTOൻ്റെ ടൈം പ്രകാരം ഓടി വണ്ടി എത്താത്തതിൽ ഒരു വിഷയങ്ങൾ അതുണ്ട്. അപകടങ്ങൾക്ക് പിന്നാലെ റോഡുകളിൽ ദിവസങ്ങൾ മാത്രം നീളുന്ന പരിശോധന നടക്കാറുണ്ടെങ്കിലും കൃത്യമായ നിരീക്ഷണമില്ലാത്തതാണ് അപകടങ്ങൾ തുടർക്കഥയാകാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അമിത വേഗമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. അപകടങ്ങൾ കുറയ്ക്കാൻ സമയക്രമീകരണത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. 1 കിലോമീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.